നമസ്കാരം. സാറിനെ എവിടെയോ കണ്ട നല്ല ഓർമ്മ. സാറ് MSN കോളേജിലുണ്ടായിരുന്നോ ലെക്ചറായിട്ട്? ഇല്ല. അപ്പൊ എനിക്കാള് മാറിയതാവും. ഞാൻ ആ കോളേജിൽ കുറച്ചു കാലം ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. അപ്പൊ സാറിനെ കണ്ടതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ലെക്ചറും അല്ല, MSN കോളേജ് എനിക്ക് അറിയേയില്ല. ആ ഡ്രൈവർ ആരാ? യൂസഫ്. അയാൾ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ നിനക്ക്? പറഞ്ഞ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിക്കണം. ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഡ്രൈവർ ആരാ? അവന് എന്നെ മനസ്സിലായോ? അവനെ വിലയ്ക്ക് വാങ്ങണം. സാറിനെ എവിടെയോ കണ്ട നല്ല ഓർമ്മ. ഹലോ. തോമസ് എപ്പോ എത്തി? ജോയിൻ ചെയ്തോ? എവിടെ? സിറ്റി ട്രാഫിക് ഓഫീസ്, സാറിന്റെ തൊട്ടടുത്ത ഓഫീസ്. താമസം ഭാര്യയുടെ കൂടെ, അല്ലാതെ എവിടെ പോനാ സാർ? അമ്മിണി ഇവിടെ ആണല്ലോ. അമ്മിണിയെ ഞാൻ ഇതുവരെ വിളിച്ചില്ല, അതിനുള്ള ചീത്ത കേൾക്കേണ്ടി വരും. ഹൗ ഈസ് കൊച്ചി സാർ? കൊച്ചി ഈസ് വെരി ഹോട്ട്. കൊച്ചി പോലെ തന്നെ സുന്ദരികളായ പെൺകുട്ടികളും. ഹേ, ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. രമണൻ സാറോ? രമണൻ സാർ, എൻ്റെ ഡിയർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, AC-യുടെ സ്ക്വാഡൻ ലീഡർ. ഫസലും അനിയനും ഒക്കെ എത്തിയോ? ഇന്നെത്തും സാർ. പോസ്റ്റിംഗ് ഫസലിന് ക്രൈം ബ്രാഞ്ചിലും അനിയന് ക്രൈം ഡിറ്റാച്ച്മെന്റിലും സാർ. വെരി ഗുഡ്. തോമസ്, നാളെ വൈകിട്ടൊരു മീറ്റിംഗ് വേണം. നമ്മുടെ ജോലി തുടങ്ങണം. അവരോടും പറഞ്ഞോളൂ. പറയാം സാർ. ഓക്കെ, താങ്ക് യു സാർ. ഇതാണ് സാർ. ഇതാണോ രമണ സാറ് എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന വീട്? സാറിന് വീട് ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഒരു വർഷത്തെ ശമ്പളം തികയില്ലല്ലോ. ഇതിൻ്റെ ഒരു മാസത്തെ വാടക കൊടുക്കാൻ രമണ സാറേ. വാടകയൊന്നും ഒരു പ്രശ്നമല്ല. സാറിന് വീട് ഇഷ്ടപ്പെട്ടോ? വാടക പ്രശ്നമാണ്. വീടും അതിൻ്റെ ഉടമസ്ഥനും അതെന്തുദ്ദേശിച്ചാൽ തരുന്നു, ഇതൊക്കെ പ്രശ്നമാണ്. താൻ എന്നെപ്പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഐ ആം എ ഡിഫറെൻറ്റ് മാൻ. എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു വീട് കിട്ടുന്നവരെ ഞാൻ പോലീസ് ക്ലബ്ബിൽ കഴിഞ്ഞോളാം. രമണ ഇവിടെ താമസിക്കണമെന്നുണ്ടോ? വണ്ടി കയറ്. സ്റ്റോപ്പ്. നല്ല പൗരബോധം. സർ, താൻ ആ സൈൻ കണ്ടോടോ? ഇതിന്റെ ഡ്രൈവറോട് പോയി. ആരുടെ വണ്ടി? അറക്കൽ അശോക് സാറിൻ്റെതാ. ഓഹോ, അശോക് സാർ എങ്ങോട്ടാ പോയത്? ആ ബിൽഡിങ്ങിലേക്ക്. താ ഒരു കാര്യം ചെയ്യ്, അശോക് സാറിനോട് ഉടനെ വണ്ടി മാറ്റിയിടാൻ പറ. ഞാൻ വന്നപ്പോഴേ പറഞ്ഞതാ സാർ, നോ പാർക്കിംഗ് ആണ്, വണ്ടി പാർക്ക് ചെയ്യരുതെന്ന്. കേട്ട പാവം പോലും കാണിക്കാതെ മൂപ്പര് പോയി. സാരമില്ല, താൻ ഒരിക്കൽ കുടിച്ചെന്ന് അദ്ദേഹത്തിനോട് പറ വണ്ടി മാറ്റിയിടാൻ. എടോ AC പറഞ്ഞെന്ന് പറയടോ. ശരി സാർ. വേണ്ട സാർ, വണ്ടി അവിടെ തന്നെ കിടക്കട്ടെ. എന്നാ പിന്നെ കിടക്കട്ടെ സാർ. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് പോയി ഇരിക്കാൻ കണ്ട നേരം. സാർ സാർ അയാൾക്ക് മനസ്സിലായി കാണുമല്ലേ? ഇനി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തോളൂ.
വണ്ടി എവിടെ? കാർ എവിടെ? ഇവിടെ കിടന്ന വണ്ടി എവിടെ? സാർ അത് ഇവിടെ ഇട്ടിരുന്ന വണ്ടി എവിടെയെന്ന്? സാർ അത് വണ്ടി നിർത്ത്. സാർ ഇവിടെ ഇട്ടിരുന്നേ. അശോകേട്ടാ, അശോകേട്ടൻ എന്താ ഇവിടെ നിൽക്കണേ? എന്തു പറ്റി മധു? ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെ കാറ് കാണാനില്ല. എവിടെയോ കാറ്? പോലീസ് ഉണ്ട് മാഡം. പോലീസോ? ആരെ കൊണ്ടുപോയത്? അത് മാഡം ആദ്യം പുതിയ AC വന്ന് നോക്കി, പിന്നെ CA വന്ന് വണ്ടി പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അശോകേട്ടന്റെ കാറാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു മാഡം. എന്നിട്ട് അശോകേട്ടാ ഒന്ന് നിൽക്കൂ. വരൂ, എന്റെ കാറിൽ പോവാം. അശോകേട്ടാ വേണ്ട വണ്ടി എടുക്കണോ? അശോകേട്ടാ, ഞാനൊന്ന് പറയട്ടെ. കൊച്ചിയെ പറ്റി അവൻ എന്താ വിചാരിച്ചേ? ഇനിയിപ്പോ എന്തൊക്കെ ആകുമെന്തോ. മാറണോ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. എവിടെയോ? സാർ അകത്തിരുന്ന് സംസാരിക്കാം. ചാർജ് എടുത്തിട്ട് 3-4 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് ഷൈൻ ചെയ്യാൻ തുടങ്ങിയോ? ഈ നഗരത്തിന്റെ ഭൂമിശാസ്ത്രം അറിയാതെ ഇങ്ങോട്ട് വിട്ടാ ഇങ്ങനെയൊക്കെ ഇരിക്കും. താൻ നേരെ ആവില്ലടോ. അത് ശരിയാ. എന്താ MLA ഇങ്ങനെ ചെറിയ കാര്യം വലുതാക്കുന്നോ? AC പുതിയ ആളായതുകൊണ്ട് പറ്റിപ്പോയതാ. സാർ അത് കൈയോടെ അവിടെ തന്നെ കൊണ്ടുവന്ന് ഇട്ടേക്ക്. ആളറിയാതെ കാറ് കെട്ടിവലിച്ചോണ്ട് പോന്നു. ക്ഷമിക്കണം മാഡം, ആളറിഞ്ഞിട്ട് തന്നെ വണ്ടി ഇങ്ങോട്ട് കെട്ടി വലിച്ചോണ്ട് വന്ന്, അല്ലാതെ അബദ്ധം പറ്റിയതൊന്നുമല്ല. നഗരത്തിലെ VVIP ബോധപൂർവ്വം ഒരു തെറ്റ് ചെയ്തപ്പോ നിയമത്തിന്റെ വഴിക്ക് നീങ്ങി, അത്രേ ഉള്ളൂ. നിയമത്തിന് നീങ്ങാൻ പല വഴികളുമുണ്ട്. 19 ലക്ഷം വിലയുള്ള കാറിനെ കൂതറ കക്കൂസ് വണ്ടി ഉപയോഗിച്ച് എല്ലാം കെട്ടി വലിക്കേണ്ടത്. ഉടമസ്ഥൻ ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്നെ തരം താഴ്ത്താനും അവമാനിക്കാനും വേണ്ടി ചെയ്താണ് ഇയാൾ. സാർ അങ്ങനല്ല. എന്ത് യോഗ്യതയുണ്ട് ഇയാൾക്ക് ഇതുപോലൊരു കാറ് കെട്ടിവലിച്ച് കൊണ്ടുവരാൻ? ഇല്ല മാഡം, ഒരു യോഗ്യതയുമില്ല. സമ്മതിച്ചു. അതുകൊണ്ടാണ് ഇതുപോലൊരു കാറ് കൈകൊണ്ട് തൊട്ട് അശുദ്ധമാക്കാതെ ഇങ്ങനെ പാതി നിലം തൊടാതെ കെട്ടി വലിച്ചു കൊണ്ടുവന്നത്. ഇത് തീർക്കാൻ ഉദ്ദേശമില്ലേ അശോകേട്ടന്? ഇത് തീരാൻ ഇനി എന്താ വേണ്ടത്? ഇതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല മാഡം. 50 ലക്ഷം രൂപ വില മതിക്കുന്ന ഈ കാറിന് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വില 50 രൂപയാണ്. ജസ്റ്റ് 50 റുപ്പീസ്. ആ 50 രൂപ പിഴ അടച്ച് ഈ കാർ എടുത്തോണ്ട് പോയിക്കോട്ടെ അല്ലേ തോമസ്? അതെ സാർ, ട്രാഫിക് റൂൾ തെറ്റിച്ചൊരു പിഴ. പണം അടച്ച് റെസിറ്റും കൊടുത്ത് പറഞ്ഞുവിട്. ചില്ലി കാശിൽ നടക്കില്ല. ഇവിടെ കിടന്ന് തുരുമ്പെടുത്താലും കത്തി ചാമ്പലായാലും ശരി, ഞാനിനി ഇത് കൈകൊണ്ടുവിടില്ല. അശോകേട്ടാ, എന്താ? ആരാങ്ങോട്ട്? പൊട്ടിയില്ല. ഈ ഉണക്ക കമ്പ് കൊണ്ട് അടിച്ചാലൊന്നും സായിപ്പിന്റെ ഗ്ലാസ് പൊട്ടില്ല. ഇത് വെച്ച് എന്താ നിർത്തിയത്? പൊട്ടിക്കണോ? DGPയോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞതാ ഈ വക സാധനങ്ങളെയൊന്നും കൊച്ചി പോലുള്ള മെട്രോയിലേക്ക് അയക്കരുതെന്ന്. ഇതുപോലത്തെ സാധനത്തിനെ കൊച്ചിയിലേക്ക് അയച്ചത് MLAയുടെ പിടിപ്പ് കേടുകൊണ്ട്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ മതി ഒരു AC-യുടെ ട്രാൻസ്ഫർ തടയാൻ. ഈ നഗരത്തിന്റെ മഹാനായ MLA DGPയുടെ കാല് പിടിച്ച് തൊഴുതിട്ടും ഒരു AC-യുടെ ട്രാൻസ്ഫർ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ MLA സ്വന്തം നിലയും വിലയും അളക്കേണ്ട സമയമായി. ഞാൻ കൊച്ചിയിലേക്ക് വന്നത് എന്റെ ഇഷ്ടപ്രകാരമാണ്, അല്ലാതെ ആരെങ്കിലും അയച്ചിട്ടോ ഇവിടുന്ന് വിളിച്ചിട്ടോ അല്ല. ഇവിടുന്ന് പോകുന്നു അതുപോലെ ആയിരിക്കും. അപ്പൊ താൻ കുറെ നാൾ ഇവിടെ ഉണ്ടാക്കും. മാഡം, 50 രൂപ പിഴ അടിച്ചിട്ട് സാറിനോട് വണ്ടി എടുത്തോണ്ടോ പറ. അശോകേട്ടാ, സാർ മേയർ 50 രൂപ കെട്ടിവെച്ചു. വണ്ടി വിട്ടുകൊടുക്കാമോ സാർ? ടാറ്റ കാണിക്കുന്നത് ഞാൻ കണ്ടു. കണ്ട ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. എല്ലാ യുദ്ധത്തിന്റെ അവസാനത്തിലും ഒരു സന്ധിയും സമാധാനമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ സന്ധിയുമില്ല, സമാധാനവുമില്ല. ഇത് കഥ വേറെയാണ് രമണൻ സാറേ. അപ്പൊ ടാറ്റ കാണിച്ചത്? ടാറ്റ എന്നല്ല, പിന്നെ വാ വാ എന്നല്ല ഞാൻ കാണിച്ചത്. ശരി സാർ.
ഓ ഈ ചേട്ടനെ ഒരു പിടിയും കിട്ടുന്നില്ല മുറ്റാമുറ്റ്